അന്യോന്യം ചേർന്നിരിക്കും വിഷയമനസ്സുകൾ തന്നെ വേർപാടേവം എന്നു നാൻമുഖനോടു സനകാദികൾ ചോദ്യം ചെയ്തതിന്നു ഉത്തരത്തെ തനിക്ക് തോന്നാഞ്ഞെന്നെ സ്മരിച്ച് വിധാതാവും ഞാനപ്പോൾ ഹംസമായിട്ടവതാരത്തെ ചെയ്തു. സാനന്ദം ഭയാതീതനായിരിക്കുന്നോരെന്നെ ആശ്രയിച്ചിട്ടു വിഷയമനോവേർപാടതു നിശ്ചയം വരുത്തേണമെന്നരുൾ ചെയ്തവാറും ഹംസസംവാദം പലതുണ്ടവകളിൽ ഏതു പ്രാധാന്യമുള്ളതെന്നങ്ങ് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേയസ്സാകുന്നതെന്നും ചൊല്ലി പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചത് ഉദ്ധവരും പ്രാണവായുവേ ജയിച്ചിട്ടു പ്രാണവായുവേ ജയിച്ചിട്ട് തൻ ഹൃത്പത്മത്തെ നന്നാ വിലയിച്ചു. തന്നുടെ കർണികയ്ക്കു കാളമേഘത്തിൻ നിറം ചതുർബാഹുക്കളോടും വ്യാളിവര്യങ്കജയം സർവശോഭിതരൂപം ധ്യാനം ചെയ്യുകയും വേണം എന്നതു കേട്ട നേരം ധ്യാനത്താൽ ഫലസിദ്ധി വിദ്വാൻമാർ ചെയ്വതെല്ലാം കേൾക്കണമെന്നും ഹണിമാദികൾ കേൾപ്പിച്ചതും ഒക്കെയും തന്നംശമെന്നരുൾ ചെയ്തവാറും സർവാംശം തസ്വരൂപമഹത്വം ചോദിച്ചതും സർവവസ്തുവിൻ ഗുണാതീതം ഞാനെന്ന് ചൊല്ലി ആശ്രമവർണ്ണയുക്തരായവർക്കെല്ലാം ഭക്തി ആശ്രയം അതുകൊണ്ട് വർണ്ണമാശ്രമധർമ്മം ഉദ്ഭവങ്ങളും അതിൻ ഭക്തി സാധനങ്ങൾ ഉദ്ഭവം ഇവയതും ആശ്രമവർണ്ണികൾക്കു ഭക്തിസാധനമായ കർമ്മം ഇതെന്തെന്നതും വക്തവ്യമായങ്ങരുൾ ചെയ്യുക എന്നത് കേട്ട് നാനാ വസ്തുക്കളന്റെ ഏകാത്മജ്ഞാനം കാൺക നൂനമങ്ങതിൽ യുക്തി ചിന്തന വിജ്ഞാനവും ലോകങ്ങതന്റെ കർമ്മ ബഹുത്വം കൊണ്ടു ദൃഢമാകിയ വൈരാഗ്യവും ചരിത ശ്രദ്ധാനാമകീർത്തനമതും ഭക്തി സാധനമെന്ന് ചൊല്ലി ഇത്തരം കേട്ടു ചോദിച്ചിടിനാൻ ഉദ്ധവരും യമനിയമങ്ങൾ ശമതമ സാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയ നിഗ്രഹവും ബുദ്ധി തന്നടക്കവും എന്നിവ ശമാദികൾ എന്നു കേട്ടനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊൽവു വേദം ഈശ്വരുണ്ടതിൽ ദ്വൈതകാരണം വേദമെന്നോ ജ്ഞാനവും ഭക്തി കർമ്മം മോമിഹ പുരുഷാർത്ഥ സാധനമാം വിരക്തമായിട്ടു ജ്ഞാനകാന്ഡം കാമിക്കൂ കർമ്മമന ശുദ്ധി വന്നകക്കാമ്പിൽ കാമം പോകാതെ പരാഭക്തി എന്നതും ചൊല്ലി ജ്ഞാനത്തിനഭേദവും കർമ്മത്താൽ ഗുണദോഷജ്ഞാനം വൈരാഗ്യ കർമ്മവിരുദ്ധമല്ല ഭക്തിജ്ഞാനമാം വിവേകത്തിനായിക്കൊണ്ട് ഈ വിധിയെന്നും ജ്ഞാനവിഗ്രഹൻ കൃഷ്ണൻ അരുൾ ചെയ്തവാറും
തത്വസംഖ്യകൾ പലതായി പറയുന്നിത്. അപ്രയും കേൾപ്പാനായിട്ടിച്ചോരുഭവനായി തത്വങ്ങളമായ കാര്യമാകയാ പലവിധം യുക്തിമാന്മാരാ വിധി എന്നതും അരുൾ ചെയ്ത് പ്രകൃതി പുരുഷന്മാർ വേദം ചോദിച്ചു. പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു പ്രകൃതിയും സകല ചൈതന്യാത്മാ സർവകൻ പുമാനെന്നും. പ്രകൃതി പുമാൻ രണ്ടും ഏകമെന്നരുൾ ചെയ്തു ജനന മരണമാം സംസാരഹേതുക്കളങ്ങറിവാൻ ചോദിച്ചത് മാധവൻ അരുൾ ചെയ്തു. കൃഷ്ണ.